ഒരു സ്നൈപ്പർ 600 യാർഡിൽ കൂടുതൽ അകലെ നിന്ന് വെടിയുതിർക്കുമ്പോൾ വെടിയുണ്ടയെ വെട്ടിക്കാൻ ലക്ഷ്യത്തിന് മതിയായ സമയം ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇത് ശരിയാണോ? ഈ മിഥ്യ പരിശോധിക്കാൻ വ്യത്യസ്ത ദൂരങ്ങളിൽ സഞ്ചരിക്കാൻ ഒരു വെടിയുണ്ടയ്ക്ക് എത്ര സമയമെടുക്കുമെന്ന് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ പരീക്ഷണത്തിൽ സഹായിക്കാൻ അവർ ഫീൽഡിലെ മികച്ച സ്നൈപ്പർമാരിൽ ഒരാളെ കൊണ്ടുവന്നു. അതുല്യമായ ഫോയിൽ ട്രിഗർ ചെയ്ത ടൈമിംഗ് സജ്ജീകരണം അവർ നിർമ്മിച്ചു. വെടിയുണ്ട തോക്കിൻകുഴൽ വിട്ട് ആദ്യത്തെ ഫോയിൽ തുളയ്ക്കുമ്പോൾ അത് ഒരു ഇലക്ട്രോണിക് ടൈമർ ആരംഭിക്കുന്നു. അത് ലക്ഷ്യത്തിലെത്തി രണ്ടാമത്തെ ഫോയിൽ തകർക്കുമ്പോൾ ടൈമർ നിർത്തുന്നു. ഈ സജ്ജീകരണം വെടിയുണ്ടയുടെ ഫ്ലൈറ്റ് സമയം കൃത്യമായി രേഖപ്പെടുത്തുന്നു. ആദ്യ ടെസ്റ്റിൽ ലക്ഷ്യം 200 യാർഡ് അകലെയാണ് സ്ഥാപിച്ചത്. വെടിയുണ്ട 0.231 സെക്കൻഡിനുള്ളിൽ ആ ദൂരം സഞ്ചരിച്ചു. രണ്ടാമത്തെ ടെസ്റ്റ് 500 യാർഡിലായിരുന്നു. വെടിയുണ്ട 0.597 സെക്കൻഡ് എടുത്തു. 1200 യാർഡ് അകലത്തിലാണ് അവസാന ടെസ്റ്റ് നടത്തിയത്. ആ ദൂരപരിധിയിൽ ഒരു സ്പോട്ടർ അത്യാവശ്യമാണ്. ദൂരം, കാറ്റ്, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സ്നൈപ്പർക്ക് നൽകുക എന്നതാണ് സ്പോട്ടറുടെ ജോലി. ഈ ഘട്ടത്തിൽ വെടിയുണ്ടയുടെ ഡ്രോപ്പ് നികത്താൻ സ്നൈപ്പർ യഥാർത്ഥ ലക്ഷ്യത്തിന് 30 അടിയിൽ കൂടുതൽ ലക്ഷ്യമിടണം. എല്ലാം ശരിയായി കഴിഞ്ഞാൽ സ്നൈപ്പർ മടിക്കാതെ ട്രിഗർ വലിക്കുന്നു. 1200 യാർഡ് ഷോട്ടിനുള്ള അളന്ന ഫ്ലൈറ്റ് സമയം 1.791 സെക്കൻഡ് ആയിരുന്നു. ഈ ഡാറ്റകളെല്ലാം ഉപയോഗിച്ച് വ്യത്യസ്ത ദൂരങ്ങളിലുള്ള ബുള്ളറ്റ് യാത്രാ സമയം കാണിക്കുന്ന ഒരു റഫറൻസ് ചാർട്ട് അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഈ ചാർട്ട് ഉപയോഗിച്ച് ഏത് ദൂരവും തിരഞ്ഞെടുത്ത് വെടിയുണ്ടയെത്താൻ എത്ര സമയമെടുക്കുമെന്ന് തൽക്ഷണം അറിയാൻ കഴിയും. സിദ്ധാന്തത്തിൽ നിങ്ങൾക്ക് ആ സമയപരിധിക്കുള്ളിൽ പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വെടിയുണ്ടയെ വെട്ടിക്കാൻ കഴിഞ്ഞേക്കും.